इसका नाम क्या है? सिंगिंग बोर्ड। सिंगिंग बोर्ड। ये भी सॉन्ग आएगा ना इसका म्यूजिक है। इसका नाम क्या है? हैप्पी ड्रम। हाँ हैप्पी ड्रम। हैप्पी ड्रम। हाँ चैनल का नाम आर्ट्स डेली। थैंक यू भैया। किधर से आप? दिल्ली। दिल्ली। ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ബൈക്കിൽ വന്ന് ബൈക്കെല്ലാം സൈഡാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നപ്പോഴാണ് ആ പിള്ളേരെ കണ്ടത്. അവർ ജസ്റ്റ് നല്ല ഭംഗിയിൽ ആ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും കിട്ടൂല. അത് ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഇതാണ്, പക്ക ആംബിയൻസ്. ഈ ഒരു വൃത്തിയും ആർക്കിടെക്ചറും എന്തോ ആയിക്കോട്ടെ, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അവിടെ. ഫോർട്ട് കൊച്ചി ശരിക്കും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണല്ലേ. നമ്മുടെ വാസ്കോഡഗാമ, ലോകം കണ്ട യാത്രികനായിട്ടുള്ള വാസ്കോഡഗാമയെ ഖബറടക്കിയിട്ടുള്ള സ്ഥലം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ നാളെ അവിടെ പോകുന്നുണ്ട് വാസ്കോഡഗാമയുടെ ടോംബ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് മുന്നേ വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും ജസ്റ്റ് ഒന്ന് കാണണം തോന്നി, അപ്പോൾ ഒന്ന് വരുന്നു. അത് കുറേ മുന്നെയാണ്, മുന്നേ കണ്ടിട്ടുള്ളത് കുറേ മുന്നെയാണ് കേട്ടോ. ഈ ഭിത്തികളൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഭിത്തികളും അല്ലെങ്കിൽ ചുമരുകളും എങ്ങനെയെല്ലാം ഭംഗിയാക്കാന്നുള്ളതാണ് ഇവിടെ ആളുകൾ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണോ അതോ ഈ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഈ ബിൽഡിങ്സ് ശരിക്കും പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ എന്നുള്ള കൂടി അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഭയങ്കര ഒരു എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല ശരിക്കും. ഇതൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കണ്ടതാണ്. നല്ല ഫ്രഷ് ഫിഷ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചില്ല് കൂട്ടിലാക്കിയിട്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു കൊടുത്താൽ അവരെടുത്ത് എന്താ ഡിഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ വേണ്ട ഡിഷ് എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി തരുമെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്. വിദേശത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് കാണുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ. നമ്മളെ നാട്ടിലൊന്നും ഈ ഫോർട്ട് കൊച്ചി വിട്ട് കഴിഞ്ഞാൽ വർക്കലയിലൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ കാഴ്ചയിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. ഇത് ബർഗർ സ്ട്രീറ്റ്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പേര്, ബർഗർ സ്ട്രീറ്റ്. അപ്പോൾ നമുക്ക് ബർഗർ സ്ട്രീറ്റിലൂടെ നടന്നു നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ബർഗർ സ്ട്രീറ്റ് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചരിത്രം ഉണ്ടാവും. ഈ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു സേഫ്റ്റി ഫീലിംഗ് കേട്ടോ. പട്ടികളെ ശല്യമല്ല, രണ്ടാമത് വേറെ ആരും ഒന്നും ചെയ്യുന്ന ഫീലിങ്ങും ഇല്ല. നമുക്ക് സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഏത് രാത്രി വന്നു കഴിഞ്ഞാലും. ഇന്ന് പൊതുവെ ആളുകൾ വളരെ കുറവാണ് തോന്നുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അധികം ഇതുപോലൊന്നല്ല ശരിക്കും ഇവിടെ ഉണ്ടാവുക. ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മളെ കൊച്ചി വാട്ടർ മെട്രോൻ്റെ ഫോർട്ട് കൊച്ചിയിലുള്ള സ്റ്റേഷനാണ് കേട്ടോ. വാട്ടർ മെട്രോ നമുക്ക് നാളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. വാട്ടർ മെട്രോയിൽ കയറിയതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരുപാട് വള്ളങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വിശ്രമവേളയിലാണ്. വിദേശികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. വിദേശികൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിൻ പിന്നാലെ നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം മേ ബി ആളുകൾ വരുന്നത് കൂടുതൽ. നാളെ നമുക്ക് കൊച്ചിൻ പിന്നാലെ പറ്റിയൊക്കെ ഒന്ന് കാണണം. ഇത് ഈ ഒരു ഭാഗത്തും നമ്മൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഫ്രഷ് മീൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. കണ്ടോ, ഒരുപാട് മീനുണ്ട്. ഈ കൊട്ടയിൽ നിന്ന് ഞണ്ട തോന്നുന്നുണ്ട്.
നല്ല വലിയ ഞണ്ടാണ് കേട്ടോ, വലുതുണ്ട് ചെറുതുമുണ്ട്. ഇതോ കൊണ്ടുപോയി കറി വെച്ച് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഫ്രഷ് ഞണ്ട. ഈ ഭാഗത്ത് മീൻ കടകളെ ഏരിയ തോന്നുന്നുണ്ട്. എന്നാലും ഈ നിലത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി ഞങ്ങൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെല്ലാ നാടുകളിലും ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ മാത്രമായിരിക്കില്ല, എല്ലാ കേരളീയരും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ഒരു ഷിപ്പ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ചരക്ക് കപ്പലാണ് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചെയ്തിട്ട്. എൻ്റെ ക്യാമറ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ടല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറാക്കി എടുക്കാം. ഇതാ ഷിപ്പ് തന്നെയാണ് കേട്ടോ, ചരക്ക് കപ്പലാണ്. നല്ല ഭംഗിയുണ്ട് ഇത് ലൈറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എപ്പോൾ എങ്ങനെ കാണാനും ഭയങ്കര ഭംഗിയാണ്. ഈ ചൈനക്കാരെ കൊണ്ടുവന്നൊരു ഇൻഫ്ലുവൻസിൽ ഏറ്റവും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു സാധനം ചൈനീസ് ഫിഷിംഗ് നെറ്റും ഇതുപോലെ തന്നെ ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ കുഴി പോലെ ഇരിക്കുന്നത്, അതൊക്കെയാണ് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മൾ ജങ്കാറിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ബൈക്ക് എടുത്ത് ജങ്കാറിൽ പോവാണ്. 10 രൂപയാണ് ജങ്കാറിൽ ബൈക്ക് കയറ്റാനുള്ള ഫീസ്. ആളുകൾക്ക് പൈസ ഒന്നും വാങ്ങിയില്ല, ബൈക്കിന് മാത്രമേ പൈസ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ആക്ച്വലി കാശായിട്ടുണ്ടായിരുന്നില്ല, ഗൂഗിൾ പേ ആയിരുന്നു. അവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാതെ മടങ്ങുന്ന കണ്ടിട്ട് ഒരു കൊച്ചി എനിക്ക് 10 രൂപ തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. ശരിക്കും ജങ്കാറിൻ്റെ കപ്പാസിറ്റി ഇത്രയാണോ അല്ലേ? ഈ ജങ്കാറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ഐഡിയ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇവിടെ എന്തോ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. എന്തിൻ്റെയാണോ, ചിലപ്പോൾ വല്ല പാർട്ടികളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താ കാരണമെന്നില്ല അറിയില്ല. നല്ല അടിപൊളിയായിട്ട് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്.
അങ്ങനെ ജങ്കാറ് അക്കരെ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ റൂമിൽ പോവുക, കിടന്നുറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക. നാളെ രാവിലെ തന്നെ എണീറ്റിട്ട് ബാക്കി പരിപാടി. ഇത് നമ്മൾ ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ബോൾഗാട്ടിയാണ്. ഗ്രാൻഡ് ഹയാത്തും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മളെ നാടിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഓരോ സംരംഭങ്ങളാണ് കേട്ടോ. നമ്മളിനി റൂമിലേക്കുള്ള വഴിയിലാണ്, വേറെ പരിപാടികളൊന്നുമില്ല ഇനി. പോകുന്ന വഴി നാച്ചുറൽസിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറൽസിൻ്റെ റോസ്റ്റഡ് ആൽമണ്ട് ഐസ്ക്രീം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ സുരക്ഷിതമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാതെ പോയതുകൊണ്ട് എന്ത് സമാധാനം ഉണ്ടായിരുന്നു. ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ കാറിന് പാർക്കിംഗ് നോക്കി നടക്കണം. അപ്പോൾ ബുദ്ധിമുട്ടാണ് ശരി കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഡ്രൈവർ വേണം. നമ്മൾ ഡ്രൈവിങ്ങും രണ്ടും കൂടെ ചെയ്യുന്ന കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ലാപ്ടോപ്പ് എല്ലാം കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം ഇനി റൂം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.